നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 172ാമത്തെ എപ്പിസോഡാണ്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ സ്ത്രീകൾക്കുള്ള ഒരു ഉപദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഹൗ ടു സെലക്ട് എ ലൈഫ് പാർട്ട്ണർ, അതായത് ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് എൻ്റെ അറിവും പിന്നെ ഈ പറഞ്ഞിട്ടുള്ള മനഃശാസ്ത്രം, പിന്നെ ബൈബിള്, പിന്നെ ഖുറാൻ, പരിശുദ്ധ ഖുറാൻ, പരിശുദ്ധ ബൈബിൾ, പിന്നെ പരിശുദ്ധ ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ള എല്ലാ പുണ്യപുരാണം പുസ്തകങ്ങളെയും ഒക്കെ ആശ്രയിച്ച് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിന് എൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇവിടെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് സമർപ്പിക്കുന്നത്. ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഹൗ ടു സെലക്ട് എ ലൈഫ് പാർട്ട്ണർ. ഹൗ ടു സെലക്ട് എ ലൈഫ് പാർട്ട്ണർ എല്ലാവർക്കും പ്രയോജനം ചെയ്യുമെന്നാണ് എൻ്റെ ദൃഢമായ വിശ്വാസം. ഇതൊന്നും ഞാൻ ഒരു വൈറലാവാൻ വേണ്ടിയോ ഒന്നും ചെയ്യുന്നതല്ല. ആരോടും ഞാൻ പറയാറുമില്ല, ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറുമില്ല. എന്നാലും എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ 1100ഓളം പിന്നെ ഫോളോവേഴ്സുണ്ട്. എല്ലാത്തിലും ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സിൽ, ത്രെഡ്സിൽ, പിന്നെ യൂട്യൂബിലാണ് ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ആദ്യം. പിന്നെ വാട്സാപ്പിൽ, എല്ലാത്തിലും ഉണ്ട്. അപ്പം ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഒരു നല്ല വരനെ കണ്ടെത്താൻ കഴിയും എന്നതിനെ പറ്റിയാണ്. ഇപ്പോൾ കൂടുതലും പിന്നെ അറേഞ്ച്ഡ് മാരേജൊന്നും അല്ലല്ലോ, എല്ലാം അവർ തന്നെ സെലക്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അത് അവർക്ക് സ്ത്രീകൾക്കൊരു പെൺകുട്ടികൾക്കൊരു പ്രയോജനം ചെയ്യുന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇനി ബൈബിൾ അനുസരിച്ച് എന്താ പറയുന്നതെന്ന് നോക്കാം. ഒരു പുരുഷനോ സ്ത്രീക്കോ പരസ്പരം ബഹുമാനിക്കുന്നവർക്ക് ഭാര്യാഭർത്താക്കന്മാരാകാമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതായത് ഒരു പുരുഷനും സ്ത്രീയും പരസ്പരം ബഹുമാനിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഭാര്യാഭർത്താക്കന്മാരാകാമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുകയും അഭിനന്ദിക്കുന്നവരും ആയിരിക്കണം എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ബൈബിൾ പറയുന്നു, വളരെ ചെറുപ്പത്തിൽ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ, അതായത് ഒരു പ്രായം പറയുന്നുണ്ട് ഇതിനകത്ത്, ഞാൻ പറയാതെ സ്വാർത്ഥതയില്ലാത്ത ആളുകളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തമ്മിലുള്ള ആകർഷണം ഒരു പ്രധാന ഘടകമാണ് സ്ത്രീയും പുരുഷനുമായിട്ടുള്ള. കോളേജ് പഠിത്തത്തിനിടയിൽ ഒരു ഭാവി വരനെ കണ്ടെത്താൻ ഒരിക്കലും ശ്രമിക്കരുതെന്ന്, അതായത് വിദ്യാഭ്യാസത്തിൽ ഇടയ്ക്ക് ശ്രമിക്കരുതെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു സർവേ പ്രകാരം പെൺകുട്ടികളുടെ വിവാഹപ്രായം 28 മുകളിലാണെങ്കിൽ ആ വിവാഹം ഏതാണ്ട് സ്ഥിരമായിട്ട്, അതായത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകും എന്നാണ് ഒരു സർവേ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിവാഹമോചന സാധ്യത വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ 28 വയസ്സിന് ശേഷം ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിന് വിവാഹമോചനത്തിന് സാധ്യത വളരെ കുറവാണെന്നാണ് സർവേ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പരിശുദ്ധ ഖുറാൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. പരിശുദ്ധ ഖുറാൻ പറയുന്നത് ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിന് ആണും പെണ്ണും ഒരുപോലെ അർഹരാണെന്നാണ്. ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിന് ആണും പെണ്ണും ഒരേപോലുള്ള അർഹതയുള്ളവരാണ്. മാത്രമല്ല അവർ തമ്മിൽ ആത്മാർത്ഥ പ്രണയമുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ശരിയായ സന്തോഷം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനാൽ ഒരു വരനെ തിരഞ്ഞെടുക്കുന്നത് ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണെന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല മതത്തിനോടും ദൈവത്തിനോടുമുള്ള അനുസരണ ഉള്ള ആളുകളായിരിക്കണം. സൗന്ദര്യത്തെക്കാളും സ്വത്തിനേക്കാളും ജീവിതത്തിൻ്റെ ഉന്നത നിലവാരത്തെക്കാളും നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഏതാണ് മതത്തിനോടും ദൈവത്തിനോടുമുള്ള ഭക്തി. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പിന്നെ സ്ത്രീകൾ പുരുഷൻ ഒരു വരനെ അന്വേഷിക്കുമ്പോൾ പരിശുദ്ധ ഖുറാൻ പറയുന്നത് ഈ രീതിയിലുള്ള വരനെ വേണം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനെന്നാണ്. പിന്നെ പരിശുദ്ധ ഖുറാൻ വീണ്ടും പ്രഖ്യാപിക്കുന്നുണ്ട്, ഒരിക്കലും ഒരു പുരുഷൻ തൻ്റെ അഭിപ്രായങ്ങൾ ഭാര്യയിൽ അടിച്ചേൽപ്പിക്കരുത്. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പുരുഷൻ ഒരിക്കലും സ്ത്രീയെ അടിച്ചേൽപ്പിക്കുന്ന ഒരാളായിരിക്കരുത്. പിന്നെ അല്ലാഹു വീണ്ടും പറയുന്നു, ഭാര്യയും ഭർത്താവും പരസ്പരം സംരക്ഷിക്കുന്നവർ ആയിരിക്കണം എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷണം ചെയ്യുന്നവരായിരിക്കണം ഭാര്യയും ഭർത്താവും. ഇനി ഹിന്ദു തത്വശാസ്ത്രം അനുസരിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒരു സ്ത്രീ ഒരു പുരുഷനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരിക്കലും ഒരു ഭർത്താവ് ഭാര്യയോട് പരുഷമായി അല്ലെങ്കിൽ മോശമായി പെരുമാറാൻ ശ്രമിക്കരുത്. മാത്രമല്ല എല്ലാ തരത്തിലും ഒരു സ്ത്രീയെ സംരക്ഷിക്കുന്ന ആളായിരിക്കണം ഒരു ഭർത്താവ് എന്നും നമ്മുടെ ഹിന്ദു തത്വശാസ്ത്രത്തിൽ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ഒരു ഭർത്താവ് എപ്പോഴും ഭാര്യയെ സഹായിക്കാൻ മനസ്സുള്ളവനായിരിക്കണം. അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ പിന്നെ ഈ വരനെ തിരഞ്ഞെടുക്കുമ്പോൾ അതുകൂടെ അവരുടെ സ്വഭാവ വിശേഷങ്ങളും കൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകൾ, അത് പെൺകുട്ടികൾ ഒരു 28 വയസ്സുള്ളവർക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മനുസ്മൃതി പറയുന്നത് നല്ല രീതിയിലുള്ള ഭർത്താവിനെ തിരഞ്ഞെടുത്താൽ ജീവിതത്തിൽ മരണം മാത്രമേ അവരെ തമ്മിൽ പിരിക്കാൻ പറ്റൂ എന്നാണ് മനുസ്മൃതിയിലും പറയുന്നത്. നല്ലൊരാളിനെ തിരഞ്ഞെടുത്താൽ അവർ മരണം വരെ ഭാര്യയും ഭർത്താവും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് മനുസ്മൃതിയിലും പറയുന്നുണ്ട്. പിന്നെ ഭഗവത്ഗീത പറയുന്നത് ലൗകിക ജീവിതത്തിൽ ഒരാൾക്ക് ദേഷ്യമുള്ളവരാണെങ്കിൽ മറ്റേയാൾ, പിന്നെ ലൗകിക ജീവിതത്തിൽ ഒരാൾക്ക് ദേഷ്യമുള്ളതാണെങ്കിൽ മറ്റേയാൾ, അത് ആണായാലും പെണ്ണായാലും ത്യാഗ മനസ്ഥിതിയോടെ കഴിയണമെന്നും ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഇനി മനഃശാസ്ത്രം പറയുന്നത് എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരാണിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായ സ്വഭാവഗുണങ്ങൾ താരതമ്യപ്പെടുത്തുകയും അതിൽ സഹായിക്കാൻ മനസ്സുള്ള ആളിനെ തിരഞ്ഞെടുക്കുകയും വേണമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. നമ്മൾ ഇപ്പം സ്ത്രീകൾക്ക് തന്നെ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും ഒരു 2-3 പുരുഷന്മാരും ഒക്കെ ആയിട്ട് പരിചയം കാണും. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടത്, അവരെ തിരഞ്ഞെടുക്കേണ്ടത് അവരുടെ ശാരീരിക സൗന്ദര്യം മാത്രം നോക്കിയല്ല, അവരുടെ സ്വഭാവ ഗുണങ്ങളിലൂടെ നോക്കണം. നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സഹായിക്കാൻ മനസ്സുള്ള ആളിനെ വേണം തിരഞ്ഞെടുക്കാൻ. അതാണ് ഇതിനകത്ത് മനഃശാസ്ത്രം പറയുന്നത്. പിന്നെ അവരുടെ സ്വഭാവം മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ പശ്ചാത്തപിക്കേണ്ടി വരും. അവരുടെ സ്വഭാവം ഇപ്പോൾ ആദ്യം വലിയ നല്ലവനായിട്ടൊക്കെ കാണിക്കും, അല്ലെങ്കിൽ പക്വതയുള്ളവനായിട്ടൊക്കെ കാണിക്കുമെങ്കിലും പിന്നെ അവരുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വന്നാൽ പിന്നെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ കുടുംബ കോടതികളിലൊക്കെ ഒരുപാട് വിവാഹമോചന കേസുകൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നതിൻ്റെ കാര്യം അതാണ്. പിന്നെ മനഃശാസ്ത്രം വേറെ 1-2 കാര്യങ്ങളോട് പറയുന്നുണ്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയുള്ളായിരിക്കണം പയ്യൻ, ബുദ്ധിശക്തി വേണം, പിന്നെ ശാരീരിക ആരോഗ്യവും വേണം. ഇതിലും സ്ത്രീകൾ പൊതുവെ ശ്രദ്ധിക്കുന്നത് പുരുഷൻ്റെ പക്വത, മറ്റാരെയും ആശ്രയിക്കാത്ത സ്വഭാവം, സാമ്പത്തിക സ്ഥിരത, ഇവയൊക്കെയാണ് സ്ത്രീകൾക്ക് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യം. അതിൽ നിന്ന് അങ്ങനെ വേണം ഒരു പുരുഷനെ നമ്മൾ തിരഞ്ഞെടുക്കാനെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വിവിധ മതങ്ങളും മനഃശാസ്ത്രങ്ങളും പറഞ്ഞത്. എൻ്റെ 47 വർഷത്തെ വിവാഹ ജീവിതത്തിലെ അനുഭവം കൂടെ പറയാം. അറേഞ്ച്ഡ് മാരേജായിരുന്നു. എനിക്ക് ഏറ്റവും പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ക്ഷമ വലിയൊരു ശക്തിയാണ്. പുരുഷൻ ദേഷ്യപ്പെടുമ്പം സ്ത്രീ ക്ഷമിക്കണം, സ്ത്രീ ദേഷ്യപ്പെടുമ്പോൾ പുരുഷൻ ക്ഷമിക്കണം. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈശ്വരാനുഗ്രഹവും വേണം. എല്ലാ കാര്യങ്ങൾക്കും ഈശ്വരാനുഗ്രഹം വലിയൊരു ഘടകം തന്നെ. ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. നന്ദി, നമസ്കാരം.